നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നിരുന്നു ബോറോണിന്റെ ചില കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. ഒരു കോമ്പൗണ്ട് നമ്മൾ കണ്ടത് ഡൈബോറൈൻ B2H6. അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ റിയാക്ഷൻസ്, പിന്നെ അതിന്റെ സ്ട്രക്ചർ, യൂസസ് കാര്യമായിട്ടൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഡൈബോറൈൻ B2H6 സ്ട്രക്ചർ പ്രധാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത കോമ്പൗണ്ട് ബോറോൺ നൈട്രൈഡ് ആണ്. ബോറോൺ നൈട്രൈഡ് ബോറോണിന്റെ വാലൻസി 3 ആണ്. നൈട്രജന്റെ വാലൻസി 3 നമുക്കറിയാം. ബോറോണിന്റെ നൈട്രജൻ രണ്ടിന്റെ വാലൻസി 3 കണ്ടിട്ട് BN. ഇറ്റ് ഈസ് എ പോളിമറിക് സ്ട്രക്ചർ വിത്ത് BNX. ഇറ്റ് ഈസ് എ പോളിമർ. പോളിമറിക് ബോറോൺ നൈട്രൈഡ് എന്ന് പറയും. പോളിമറിക് ബോറോൺ നൈട്രൈഡ്. നമ്മൾ ഇന്നലെ ഡൈബോറൈൻ കണ്ടപ്പോൾ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ നേരം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? Diborane on reaction with a excess of ammonia at a high temperature produces boron nitride B2H6. React with a excess of ammonia at a high temperature produces a polymeric boron nitride, generally written as BNX times. Polymeric അതുകൊണ്ടാണ് X എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രിപ്പറേഷൻ ഒരു മെത്തേഡ്. റിയാക്ഷൻ ബിറ്റ്വീൻ ഡൈബോറൈൻ ആൻഡ് എക്സസ് അമോണിയ. അമോണിയയും ബോറോൺ തമ്മിൽ ബോറൈൻ ഡൈബോറൈൻ തമ്മിൽ പല റിയാക്ഷൻ, നമ്മളൊന്ന് അഡീഷണൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ ഉണ്ട്, ഇതുണ്ടാകുന്ന റിയാക്ഷൻ ഉണ്ട്, പിന്നെ ബോറസോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊരു മെത്തേഡാണ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഡൈബോറൈൻ, ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പോളിമറിക് ബോറോൺ നൈട്രൈഡ്. ഇത് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, ഇൻസോൾബിൾ ഇൻ വാട്ടർ ആണ്. ആൻഡ് യു കെൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് എ ഗ്രീസി ഫീലിംഗ്. ഒരു ഗ്രീസി ഫീലിംഗ്, അതായത് ഗ്രീസ് പോലെ തോന്നുന്ന ഒരു സോഫ്റ്റ് സോളിഡ് ആണ് ആര്? പോളിമറിക് ബോറോൺ നൈട്രൈഡ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ പറയാനുള്ളത് അതിന്റെ സ്ട്രക്ചർ ആണ്. യു കെൻ സീ ദാറ്റ് ദ structure of polymeric boron nitride is a structure which is very similar to that of graphite. ഗ്രാഫൈറ്റിന്റെയും ഡയമണ്ടിന്റെയും സ്ട്രക്ചറുകൾ പഠിക്കുന്ന എന്റെ വിശ്വാസം. ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് വ്യത്യാസം. ഡയമണ്ടും ഗ്രാഫൈറ്റും കാർബണിന്റെ രണ്ട് ഡിഫറെന്റ് അലോട്രോപ്സ് ആണ്. അതില് ഗ്രാഫൈറ്റും ഡയമണ്ട് തമ്മിലുള്ള വ്യത്യാസം, ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, ഡയമണ്ട് ഹാർഡാണ്. രണ്ടിന്റെയും രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്. ഡയമണ്ടിലെ CL, each carbon atom is tetrahedrally bonded to 4 different carbon atoms, and each of these carbon atoms are bonded to 4 different carbon atoms, and the whole structure of diamond is a giant molecule, and it is very difficult to break all this bond. That makes it very hard. One of the hardest substance known. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആര്? ഡയമണ്ട് കാർബണിന്റെ ഒരു ഐസോട്ടോപ്പാണ്. പിന്നെ ഐസോട്ടോപ്പ് എന്താണ്? അലോട്രോപ്പാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. വേറെ അലോട്രോപ്പാണ് എന്ത്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് വളരെ സ്മൂത്ത്, ഡയമണ്ട് ഹാർഡാണ്, അതൊരു നോൺ കണ്ടക്ടർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, അതൊരു കണ്ടക്ടർ, കാർബണിന്റെ ഒരു കണ്ടക്ടിംഗ് രൂപമാണ് ആര്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പല ഇലക്ട്രോളിസിസ് റിയാക്ഷൻ മെറ്റലർജിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്. ബിക്കോസ് ഗ്രാഫൈറ്റ് can act as a ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അതിന്റെ സ്വഭാവം എന്താണ്? അതിന്റെ സ്വഭാവം പഠിച്ചിട്ടുണ്ട്. In diamond, each carbon atom is sp3 hybridized, whereas in graphite, each one is sp2 hybridized. Each carbon is bonded to so on, like this. ഇവിടെ ഓരോ കാർബൺ ഉണ്ട്. ഈ കാർബൺ ഓരോന്നും sp2 hybridized, just like that in benzene. You can see that each carbon atom is sp2 hybridized, and the 3 sp2, each ഒരു കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 sp2 ഒരു കാർബൺ ഉണ്ട്. അതിന്റെ 3 sp2 orbital at 120 degrees, and each sp2 orbital is connected to the sp2 orbital of another carbon. ഇങ്ങനെയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓരോ കാർബണിന്റെയും ഈ കാർബണിന്റെ ഒരു sp2 മറ്റേ sp2 ഇങ്ങനെ ബോണ്ട് ചെയ്ത്, അതിന്റെ രണ്ടാമത്തെ sp2 ഇപ്പുറത്തെ കാർബണിന്റെ sp2 ആയിട്ട് ബോണ്ട് ചെയ്ത്, അതിന്റെ മൂന്നാമത്തെ sp2 ഇപ്പുറത്തെ കാർബണിന്റെ sp2 ആയിട്ട് ബോണ്ട് ചെയ്ത്. ഇത് ഒരു 2 dimensional sheet like structure.
And you know, an sp2 carbon has an unhybridized p orbital which remains a perpendicular to s, perpendicular to the plane of the molecule. അപ്പോൾ ഇതിന്റെ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ടു p ഓർബിറ്റൽ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഷീറ്റുകൾ ഒന്നിനുമേൽ ഇങ്ങനെ അടുക്കി വെച്ച് അങ്ങനെ അടുക്കി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ p ഓർബിറ്റൽസ് തമ്മിൽ അല്ലെ ഒരു ഇന്ററാക്ഷൻ വരും. ആ ഇന്ററാക്ഷൻ ശ്രദ്ധിക്കുക, ആ ഇന്ററാക്ഷൻ വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ അതൊരു വേറൊരു ബോണ്ട്, അത് പെർഫെക്റ്റ് അല്ല, അതൊരു വീക്ക് ഇന്ററാക്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച ഗ്രാഫൈറ്റ് is a soft substance because each sheet can slide over the other since the interaction between the successive layers is only weak. ഈ കാർബൺ കാർബൺ ബോണ്ട് പോലെ അപ്പുറത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാന്, വേണമെങ്കിൽ അപ്പുറത്തെ ഷീറ്റിലുള്ള കാർബണും ഇതിന്റെ p ഓർബിറ്റ് തമ്മിൽ കറക്റ്റ് ആയിട്ട് ഒരു ബോണ്ടിങ് ആണ്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല. ഇത് നമുക്കറിയാം ഈ കാർബൺ കാർബൺ ഡിസ്റ്റൻസിനേക്കാൾ വളരെ കൂടുതലാണ് ഏത് നമ്മളെ ഗ്രാഫൈറ്റില് മറ്റേ ലെയർ നമ്മളുടെ കാർബൺ കാർബൺ നമ്മുടെ ഡിസ്റ്റൻസ്, ഇന്റർ ലെയർ ഡിസ്റ്റൻസ് ഈസ് മച്ച് ലാർജർ ദാൻ ദ CC ഡിസ്റ്റൻസ് ഇൻ ദി സിംഗിൾ ഒരു ഷീറ്റിൽ വരുന്ന ഒരു ലെയറിൽ വരുന്ന കാർബൺ കാർബൺ ഡിസ്റ്റൻസിനെക്കാളും. ഇത് നേരത്തെ പഠിച്ചില്ലേ, പഠിച്ചിട്ടുണ്ട്, മറന്നിട്ടുണ്ടോ? അതേപോലെയുള്ള സ്ട്രക്ചർ ആണ് നമ്മുടെ ഗ്രാഫൈറ്റിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. സോ ഗ്രാഫൈറ്റിലല്ല, ബോറോൺ നൈട്രൈഡ്, പോളിമറിക് ബോറോൺ നൈട്രൈഡ്. യു ക്യാൻ സീ ദാറ്റ് in the carbon is atom number 6, boron is atom number 5 and nitrogen is atom number 7. For boron is 1 electron less than carbon and nitrogen is 1 electron greater than carbon. That means a boron and a nitrogen together can have the same electron count as two carbon കൂടിയവരാണ് ഒരു ബോറോൺ. 5 നൈട്രജൻ 7, 5 7 12, 2 കാർബൺ എത്രയാണ് 6 6 12. അപ്പൊ ഇവിടെയുള്ള CC എന്നുള്ളതിന് പകരം എന്താണ് BN. Each boron is bonded to 3 nitrogens and each nitrogen in turn is bonded to 3 carbons. Borons. Each boron is bonded to 3 nitrogens and each nitrogen is bonded to 3 borons. And the structure is exactly similar to that of a graphite. Graphite structure പോലെ തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. A layer structure. That's why നമ്മൾ നേരത്തെ പറഞ്ഞ greasy feeling വരുന്ന ഒരു white solid ആണ് ആരെ polymeric boron nitride. As it has a structure very similar to that of graphite. A layer structure in which successive layers are stacked upon one another so that the whole structure is formed. ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച ബോറോൺ നൈട്രൈഡിന്റെ ലേയേഴ്സ് ഒരു ലെയറിലുള്ള സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവും. ബോറോൺ നൈട്രജൻ ഒരു ബോറോൺ കിട്ടും 3 നൈട്രജൻ കാണും, ഒരു നൈട്രജൻ കിട്ടും 3 ബോറോൺ കാണും. All are connected by single sigma bonds. Both nitrogen and boron are sp2 hybridized. Okay. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറെ വേണ്ടി നമ്മൾ വിശാലമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബോറോൺ നൈട്രൈഡ് സ്ട്രക്ചർ ഈസ് എക്സാക്ട്ലി ഓർ വെരി സിമിലർ ടു ദാറ്റ് ഓഫ് എ ഗ്രാഫൈറ്റ്. ഓക്കെ, പിന്നെയുള്ള മൂന്നാമത്തത് നമ്മുടെ ബോറിക് ആസിഡ് ആണ്. Boric acid is H3BO3 or sometimes it can be written as a BOH thrice. H3BO3. Boric acid is obtained mainly either from borax or from കോളിമനൈറ്റ്. ഇത് രണ്ടും ബോറോണിന്റെ 2 പോൾസ് ആണ്. ബോറാക്സ് നമ്മൾ വളരെ പറഞ്ഞതാണ് Na2B4O7 H2 കൂടിയിട്ട് H2 ആവശ്യം നമുക്കില്ല, ഇറ്റ്സ് ഹൈഡ്രേറ്റഡ്, അത് വരുന്നില്ല. മറ്റേത് Ca2B6O11. ഇത് രണ്ടും ബോറോണിന്റെ നാച്ചുറലി ഒക്കറിംഗ് കോമ്പൗണ്ട്സ്, അതിന്റെ പോൾസ് ആണ്. ബോറാക്സും സാധനമാണ്. It is mined out from the earth, both borax and polymerite. ഇതിൽ നിന്നാണ് സാധാരണഗതിയിൽ ബോറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ബോറാക്സ് or polymerite, you can see that borax is treated with a
it is dissolved in hot water and treated with a calculated quantity of hydrochloric acid. Borax in hot water ലയിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, calculated quantity of hydrochloric acid react ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We'll get a boric acid Na2 B4O7 plus HCl plus H2O. 2HCl plus 5H2O will give B4 ആണ്. അപ്പോൾ എത്രയാണ്? സോറി 4H3BO3 കിട്ടും. മറ്റേതാണെങ്കിൽ here Na2 അതിന് പകരം Ca, that is polymanite CaB6O11, that is formula of polymanite, COLEMANITE. പേരൊന്നും കിട്ടും ഏതാണ്? അത് എന്താണ്? ബോറോണിന്റെ ഒരു ഓറാണ്. That is a mineral which is mined out from the earth, which contains boron. So the formula Ca2B6O11. Okay, plus here polymanite is dissolved in hot water and sulfur dioxide gas is passed through it. മനസ്സിലായില്ലേ? സൾഫർ ഡയോക്സൈഡ് ആയാലും ശ്രദ്ധിക്കുക, HCl ആയാലും രണ്ടും ആസിഡാണ്. മനസ്സിലായില്ലേ? ഇത് സൾഫറസ് ആസിഡാണ്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇതിനെ അസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബോറിക് ആസിഡ് കിട്ടുന്നത്. സോഡിയം ടെട്രാബോറേറ്റ്, ഇതിന്റെ പേര് സോഡിയം ടെട്രാബോറേറ്റ് ഓർ ബോറാക്സ്. ഇത് കാൽഷ്യം ഹെക്സാബോറേറ്റ് ഓർ പോളിമനൈറ്റ്. ഇത് രണ്ടും ബോറേറ്റ് ആണ്. ബോറേറ്റിനെ അസിഡിഫൈ ചെയ്ത ബോറിക് ആസിഡ് കിട്ടുന്നത്. അതാണ് പ്രിൻസിപ്പിൾ. ഇവിടെ HCl ഉപയോഗിക്കുന്നു, മറ്റിടത്തില് സൾഫ്യൂറസ് ആസിഡിന് പകരം സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡും സൾഫ്യൂറസ് ആസിഡ് തമ്മിൽ വളരെ കാരണം എന്താണ്? സൾഫർ ഡയോക്സൈഡ് when dissolved in water produces sulfurous acid. Here we have 2SO2 plus 9H2O will give 6H3BO3. അതിന്റെ കൂടെ വേറെ പ്രോഡക്റ്റ് കിട്ടും. വേറെ പ്രോഡക്റ്റ് എന്താ? NaCl കിട്ടും. 2NaCl 4H3BO3 നമ്മൾ 12. നമ്മുടെ ഇതാ 4 3 12 ഓക്സിജൻ ഉണ്ട്. ഇതാ 7 5 12 ഓക്സിജൻ ഉണ്ട്. പിന്നെന്താണ്? 4 3 12 ഹൈഡ്രജൻ ഉണ്ട്. ഇതാ അതിനുണ്ട് 10 12 ഹൈഡ്രജൻ ഉണ്ട്. ആകെ എന്താ വ്യത്യാസം? ഒരു 2 സോഡിയവും 2 ക്ലോറൈഡും ഉണ്ട്. സോ വി സിംപ്ലി റൈറ്റ് 2NaCl, 2 sodium chloride. That's the valence equation. അതേപോലെ തന്നെ you can see that here we have 6H3 18 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 18 ഹൈഡ്രജൻ ഉണ്ട്. നോ ഡൗട്ട്. പിന്നെ എന്താ ഉള്ളത്? 6 18 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 11 9 20 20 തീർന്നിട്ട് ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ഉണ്ടാകുന്നത് CaSO3 twice. ഒരു കാൽസ്യം ഉള്ളൂ. അപ്പൊ കാൽസ്യം സൾഫൈറ്റ് വെച്ചിട്ട് CaSO3 twice കൊണ്ട് CaSO3 മതി. twice ഇല്ല, ശരിയാണ്. കാൽസ്യത്തിന്റെ ബാലൻസ് 2 ആണ്, സൾഫൈറ്റിന്റെ ബാലൻസ് 2 ആണ്. CaSO3 മനസ്സിലായില്ലേ? അപ്പൊ ശരി. 18 3 21 ഇതാ 18 ശരിയാകുന്നില്ലെന്നല്ലോ. No problem. Anyway, you can see that boric acid can be obtained either from borax or from polymanite. രണ്ടിന്റെ ഏകദേശം ഒരേ മെത്തേഡാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബോറാക്സ് എന്താണ്? വാട്ടർ ലയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഹോട്ട് വാട്ടർ ലയിപ്പിച്ചതിന് ശേഷം calculated quantity or just the required quantity of HCl is added so that boric acid is sparingly soluble in water and that can be precipitated as a white deposit. You can collect it. Similarly, if it is a polymanite, that also is dissolved in hot water and SO2 gas is passed through it. Okay, boric acid is precipitated. Boric acid is a white solid which has a greasy greasy feeling solid. Boric acid നമ്മൾ സാറിന് കണ്ടിട്ടുണ്ടാണ്. ബോറിക് ആസിഡ് ബോറിക് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുറിവിലൊക്കെ വെക്കാൻ കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും വാങ്ങാൻ ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്, സ്പെയറിംഗ്ലി സോലിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ റിയാക്ഷൻസ് ആണ്. ബോറിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മളാരും ചോദിക്കില്ല. അതിന്റെ കളർ എന്താണ് അതാണ് ചോദിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബോറിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ
ആരും ചോദിക്കൂല എന്ന് പറഞ്ഞാലും കഴിയുന്നതിന് ഒന്ന് ഓർത്ത് വായിച്ചു വെച്ചേക്കോ, കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾ കെമിസ്ട്രി ടെസ്റ്റ് എടുത്ത് സാറിനുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഇറ്റ് ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ഇൻസോലിബിൾ ഇൻ വാട്ടർ ആൻഡ് സോലിബിൾ ഇൻ ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. വിത്ത് മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ ചിലപ്പോൾ പറയും, മനസ്സിലായില്ലേ? വേറെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസും പറയും ചിലപ്പോൾ. അത് നമ്മളെ കെമിസ്ട്രി കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കില്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ്. എപ്പോഴൊക്കെ എന്തൊക്കെ പ്രയോജനം ഉണ്ടാവും. ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാല് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഓക്കെ, ഒരു ഗ്രീസി ഫീലിംഗ് ടാൽക്കം പൗഡർ വളരെ ഇങ്ങനെ ആക്കി കയ്യിൽ വളരെ ഗ്രീസി ആയിട്ടുള്ള ഫീലിംഗ് ഉള്ള ഒരു വൈറ്റ് സോളിഡ് ആണ്. And you can see that if you look into the formula of boric acid എന്ന് പറയും. സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്കവാറും HCl hydrochloric acid, H2SO4 sulfuric acid, H3PO4 that is phosphoric acid. അല്ലേ? HCl ഒരു റീപ്ലേസബിൾ ഹൈഡ്രജൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മോണോ ബേസിക് ആസിഡ് ആണ്. ഒരു റീപ്ലേസബിൾ ഹൈഡ്രജൻ ഒരു സീരീസ് ഓഫ് സോൾട്ട് ഫോം ചെയ്യും. അതിന്റെ പേര് എന്താണ്? മോണോ സോൾട്ട് NaCl ഫോം ചെയ്യും. സൾഫ്യൂരിക് ആസിഡ് is a dibasic. It has two replaceable hydrogens and it forms two series of salt NaHSO4 that is sodium bisulfate and Na2SO4. ഒരു ആസിഡ് സോൾട്ട് ആവുന്നത് എങ്ങനെയാണ്? അതിലുള്ള ഹൈഡ്രജൻ മെറ്റൽ ആയിട്ട് റീപ്ലേസബിൾ സോൾട്ടായി മാറുന്നത്. ഇവിടെ ഒരു ഹൈഡ്രജനുള്ള റീപ്ലേസബിൾ, അത് മാറ്റി NaCl ആയി. അസിറ്റിക് ആസിഡ് എന്താണ്? CH3COOH. ആ എച്ച് മാത്രമാണ് റീപ്ലേസബിൾ, അത് CH3COO Na ആവും. അവിടെ എച്ചിനെ മാറ്റി Na ആക്കി സോഡിയം സോൾട്ട് ഓഫ് അസിറ്റിക് ആസിഡോ സോഡിയം അസൈറ്റേറ്റ് ഉണ്ടായി. അത് മോണോ ബേസിക് ആസിഡ് ആണ്. ഇതൊരു ഡൈ ബേസിക് ആസിഡ് ആണ്. ഓക്കെ, ഇറ്റ് ഫോംസ് ഡൈബേസിക് ആസിഡ് ആകുമ്പോൾ രണ്ട് സീരീസ് സോൾട്ട് ഫോം ചെയ്യും. കാരണം എന്താണ്? അതില്ല ഓരോ ഹൈഡ്രജനുമായിട്ട് നമുക്ക് മെറ്റൽ വെച്ചിട്ട് ഒരു ഹൈഡ്രജൻ മാറി ഒരു മെറ്റൽ NaHSO4, രണ്ടും മാറിക്കഴിഞ്ഞാൽ അത് Na2SO4. ഇവിടെയോ H3PO4 is a tribasic acid and it forms NaH2PO4 that is replacing, മനസ്സിലായില്ലേ? one hydrogen with sodium. പിന്നെയോ രണ്ട് മാറ്റി കഴിഞ്ഞാലോ രണ്ട് ഹൈഡ്രജൻ മാറ്റി രണ്ട് സോഡിയം വന്നാൽ Na2HPO4. മൂന്നാമത്തെ മാറ്റി കഴിഞ്ഞാലോ Na3PO4. മൂന്ന് സീരീസ് ഓഫ് സോൾട്ട് ഫോം ചെയ്യും. NaH2PO4, Na2HPO4, Na3PO4. It is sodium dihydrogen phosphate. This is disodium hydrogen phosphate. It is trisodium phosphate or simply sodium phosphate എന്ന് പറഞ്ഞാൽ trisodium phosphate ആണ്. ഇത് disodium hydrogen phosphate ആണ്. ഇത് സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും H3BO3 അതൊരു ട്രൈ ബേസിക് ആസിഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ദിസ് ബോറിക് ആസിഡ് ഈസ് എ വെരി വീക്ക് മോണോ ബേസിക് ആസിഡ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് എ വെരി വീക്ക് മോണോ ബേസിക് ആസിഡ് ആൻഡ് ഇറ്റ്സ് അസിഡിറ്റി ഈ പറഞ്ഞ പോലത്തെ അസിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞാല് ഇതിൽ ഓരോ ഹൈഡ്രജനാ ഒരു സോഡിയം വെച്ച് മാറ്റിയിട്ടൊന്നുമല്ല അതിന്റെ അസിഡിറ്റി കാണിക്കുന്നത്. Boric acid acts as an acid when it reacts with water forming ഇതാണ് അതിന്റെ അസിഡിറ്റി. ഇവിടെ HCl റിയാക്ഷൻ എന്താണ്? HCl ionizes in water to form H plus and Cl minus. H2SO4 ionizes in water to form H plus and HSO4 minus. HSO4 minus again react and form H plus and SO4 minus. മനസ്സിലാകുന്നുണ്ടോ? ഈ ടൈപ്പ് അയണൈസേഷനെ അല്ല ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ആക്ട് ആസ് എ വെരി നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഇതെന്താണ് ഇവിടെ പ്രോട്ടോൺ ഡോണർ ആയിട്ട് ആസിഡ് ആക്ട് ചെയ്യുന്നത്. HCl is a Bronsted acid, that's a proton donor. Sulfuric acid is a Bronsted acid, it's a proton donor. Phosphoric acid is a Bronsted acid. HF is a Bronsted acid. Acetic acid is a Bronsted acid. But boric acid is not acting as a proton donor. It is simply acts as a electron pair acceptor, or it is acting as a Lewis acid. അതിന് ശരിയായ acidic group എന്താണ്? Lewis acid എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Acting as electron pair acceptor. And when it interacts with the water H plus OH minus ആണെങ്കിലും ഈ OH minus എടുത്തിട്ട് OH ഉള്ള ഇലക്ട്രോണിനെ ആരും സ്വീകരിക്കും? ബോർഡ B. നമ്മൾ ഇന്നത്തെ അതിന്റെ DF3 പോലെയോ BCl3 പോലെയോ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? Is electron deficient. ഇതാണ് ബോറിക് ആസിഡ്. Boron connected to 3 OH groups.
and it has only 2 plus 2 plus 2, 6 electrons in the outermost shell, and it is as 2 electron short of octet. So it will try to BF3 BF3 BCl3 BI3 base the electron shortage in the shortage towards a octet is made up by accepting electrons. That's why BCl3 is acting as a or BF3 is acting as a Lewis acid in the OH minus water OH minus electron pair BOH minus എന്നുള്ള അയോണായി മാറുന്നത്. ഇപ്പം BOH ത്രൈസ് അങ്ങനെ ന്യൂട്രലാണ്. ഒരു OH മൈനസും കൂടി കയറുമ്പോൾ എന്താണ് BOH മൈനസ് BOH H3BO3 ത്രൈസ് പ്ലസ് OH മൈനസ് ഗിവിംഗ് BOH 4 ടൈംസ് മൈനസ്. ഈ OH നെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊരു H പ്ലസ് ബാക്കി വരും എന്ന് പറഞ്ഞാൽ ബോറിക് ആസിഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോഴേ അത് അസിഡിക് ആയിരിക്കും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദിസ് H പ്ലസ്. ആൻഡ് ദിസ് H പ്ലസ് remember that does not come from the boric acid molecule as in the case of the HCl, sulfuric acid, phosphoric acid, acetic acid, etc. All these are proton donors or Bronsted acid. Bronsted lorry concept and boric acid is not acting as a Bronsted acid, is acting as a Lewis acid or a electron pair acceptor, not as a proton donor but as an electron pair acceptor. But in water, you can see that if it takes away an OH minus, that increases the concentration of H plus ions, or the medium becomes acidic. And we say boric acid is a very weak monobasic acid. Or H plus and a very weak acid that is active. And the basicity, irreplaceable proton and basicity and electron pair acceptor. Monobasic is a very weak acid. And its acidity is not a Bronsted acid, it is a Lewis acid. It accepts electron pair from the OH group of water or the hydroxide ion in water, so that a concentration of H plus increases. That we say boric acid is an acid. Remember, it is a very weak acid. We cannot titrate boric acid with NaOH. HCl sulfuric acid, acetic acid, phenoxyl, neither of them with titrate weak acid. And one method boric acid. Okay, I know boric acid is a weak acid, very weak acid, extremely weak acid we can say. Boric acid eye wash medicine eye wash acid aqueous solution solution boric acid is used as an eye wash in eye wash in medicine boric acid. Poisonous food preservative but nothing preservative harmless on boric acid. Okay. Boric acid boric acid നമ്മുടെ വീട്ടിലൊക്കെ ശ്രദ്ധിക്കുക ഈ പാറ്റ നമ്മൾ പൂർണ്ണ സാധനമല്ല പാറ്റ ഇങ്ങനെ പുറത്തു നടക്കുന്ന സാധനം വളരെ ശല്യം ഉണ്ടാക്കും പലപ്പോഴും വീട്ടിലിരുന്ന പോലെ അടുക്കളയിലെ ക്യാബിനിലൊക്കെ കിടക്കുന്നത് അതിനാ നിങ്ങൾക്ക് ഒഴിവാക്കാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞ ബോറിക് ആസിഡും കുറച്ച് ശർക്കരയുടെ പൗഡറും കൂടി മിക്സ് ചെയ്ത് പരന്ന പാത്രത്തിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 സമയം കാണാൻ പറ്റും ഉള്ള പാറ്റകളൊക്കെ ചത്തുകൊണ്ടുണ്ടാവും തിന്നാലെ ചാവയും അതിന് ഡേഞ്ചറസ് ആണ് വേറെ പ്രശ്നമുണ്ടാകും ബോറിക് ആസിഡ് നമുക്ക് വീട്ടിലായിട്ട് ശല്യം ഉണ്ടെങ്കിൽ വളരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ യു ക്യാൻ പോയിട്ട് മെഡിക്കൽ ഷോപ്പ് ആൻഡ് ഗെറ്റ് ബോറിക് ആസിഡ് അങ്ങനെ 10-15 ഉറുപ്പിക ഒരു പാക്കറ്റ് ബോറിക് ആസിഡ് ഇട്ടു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചിലപ്പോൾ ശർക്കര കുട്ടികൾ നിർത്തി കഴിക്കട്ടെ അതിൽ കുഴപ്പമില്ല കഴിക്കാനാണ് സമ്മതിക്കരുത് എടുത്തിട്ട് നന്നായിട്ട് ഒരു പൗഡർ 2 പൗഡറാണ് ശർക്കരൻ്റെ പൗഡർ പൊടിച്ച വെള്ളം ശർക്കര പൊടിച്ചിട്ട് പഞ്ചസാരയാണ് വലിയ കുഴപ്പമില്ല ഈ ബോറിക് ആസിഡും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മധുരം തിന്നാൻ വേണ്ടി പാറ്റ വരും തിന്ന് കഴിഞ്ഞാൽ ചാവും ഉറപ്പായിട്ടും കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളെ വീട്ടിലെ പാറ്റസിലെ കംപ്ലീറ്റ് ഒഴിവായി കിട്ടും. Test it. Okay, so boric acid. And now the properties of boric acid, the acidic nature of and the action of heat. What happens when boric acid is heated? When boric acid is heated, it is converted into another acid. This is actually called a orthoboric acid. Orthoboric acid heated to about 1000 degrees Celsius, we can say it is converted into metaboric acid. Strong orthoboric acid metaboric acid.
And at a still higher time, it is heated to around 1600 degrees Celsius. You can see that it is converted into H2B4O7. H2B4O7. That is a tetraboric acid. Tetraboric acid. And still heated to a still higher temperature, it is converted into finally into the anhydrous B2O3. Hydrogen water illa there. Sadhika H3BO3. H3BO3 on heating is converted into HBO2. അങ്ങനെയായിരിക്കും 2H3BO3 2HBO2 4 പിന്നെ എത്രയാണ് 2H2. So from 2H3BO3, if two water molecules are removed, it is converted into 2. ഇത് കുട്ടിയെ ശരിയല്ലേ? 2H 4H 6H ഇവിടെ ഉണ്ട്, 2B ഇവിടെ ഉണ്ട്, 2 4 2 6 oxygen. Okay. So you can write a 2H3BO3 loses 2 water molecules to form two HBO2 molecule. And 2 HBO2 molecule losing, yes, there are 4 HBO2 molecules. 4 HBO2. എന്താണ് H2B4O7. എന്താ ബാക്കി വരുന്നത്? Yes, plus H2O. And H2B4O7 forms a 2B2O3 plus H2O. അപ്പോൾ യഥാർത്ഥത്തിൽ 2 ബോറിക് ആസിഡ് മോളിക്യൂളിൽ നിന്ന് 2 വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ ആ 2 എന്താവും? മെറ്റാബോറിക് ആസിഡ്. അവർക്കൊക്കെ HBO2 ആവും. 4 HBO2 നിന്ന് 1 വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ അത് എന്താവും? H2B4O7 ആവും. ആ H2B4O7 നിന്ന് വീണ്ടും 1 വാട്ടർ മോളിക്യൂൾ പോയി കഴിഞ്ഞാൽ എന്താ? 2 B2O3 മോളിക്യൂൾ ആവും. Okay. So on heating, boric acid is first converted into metaboric acid, then into tetraboric acid, and finally into boron trioxide. In the very boron trioxide, you know what? That is the action of heat, boric acid. Okay. Clear? Okay. That's boric acid reaction. When I am weak acid and it forms salt with a very strong bases. For example, with NaOH. It forms a the salt. Right? H3BO3 plus NaOH give NaBO2 plus 2H2O. മനസ്സിലായില്ലേ? H2H3BO3 ൽ നിന്ന് ഞാൻ പറഞ്ഞ BO2 ആവുമ്പോൾ വാട്ടർ BO2 എന്തായി മാറും? നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ബോറിക് ആസിഡിന്റെ ഇത് ഓർത്തോബോറിക് ആസിഡ് ആണ്, ഇത് മെറ്റാബോറേറ്റ് ആണ്. ഓർത്തോബോറിക് ഏതാ നേരത്തെ പറഞ്ഞത് എന്താണ്? അത് ഒരു പ്രോട്ടോണിക് ആസിഡ് അല്ല, വേറെ ആക്ഷൻ ആണ് അതിന്റെ. Got the point? And we can see that orthoboric acid reacts with the sodium hydroxide, a strong base to form sodium, not sodium orthoboric, sodium meta NaBO2, which is strong bases. You can say this salt form, this acid, boric acid forms as metaborates. Okay. And the structure of boric acid. This boric acid structure പ്രധാനമാണ്. You can see that നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ സ്ട്രക്ചർ ബോറിക് ആസിഡ് എന്താണ്? BOH thrice. അപ്പം ബോറോൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഓക്സിജൻ, ഹൈഡ്രജൻ. ഇതാണ് ശരിക്കും പറഞ്ഞാല് ബോറിക് ആസിഡ് സ്ട്രക്ചർ. പക്ഷേ ബോറിക് ആസിഡ് ഈസ് ഫൗണ്ട് ടു ഹാവ് എ പോളിമറിക് സ്ട്രക്ചർ. Each boric acid molecule, each oxygen of the molecule is found to form a hydrogen bond with the neighboring. ഇങ്ങനെ അപ്പുറത്തുള്ള BOH ന്റെ H-ഉം ഇവിടെയുള്ള BOH ന്റെ O-ഉം തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. And that will continue as a two-dimensional infinite layer structure is formed in the case of a boric. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് H3BO3 മോളിക്യൂൾ അല്ല, എന്താണ് അത്? H3BO3 molecules are joined together through hydrogen bonding.
each boric acid molecule has 3 oxygens and each oxygen forms a hydrogen bond with the OH group of another H3 molecule. അതിനുള്ള പോലെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 2-dimensional ലെയർ സ്ട്രക്ചർ അതും അത് ഇങ്ങനെ ഗ്രീസി ആയി തോന്നും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഓർണായിട്ടുള്ള പോലെ തന്നെ. മനസ്സിലായില്ലേ? സ്ട്രക്ചർ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരു ബി അതിന് ചുറ്റും 3 OH, ഓരോ OH-ലുള്ള ഓവും മറ്റേ OH-ലുള്ള എച്ച് വരും. മറ്റേ ആ മോളിക്കൂളിലല്ല ശ്രദ്ധിക്കുക, അടുത്ത മോളിക്കൂളിലെ ഇവിടെ ഉണ്ടാവും, ഇതിന്റെ മുകളിൽ ഉണ്ടാവും. ഇതെങ്ങനെ ഉണ്ടാവും? OH അത് ചിലപ്പോ ഈ വേറൊരു മോളിക്കൂളിലെ എച്ച് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഒരു ലെയർ സ്ട്രക്ചർ വരും. പറഞ്ഞത് a 2-dimensional layer structure is formed. That is why it is having a greasy feeling. H3BO3 സ്ട്രക്ചർ അങ്ങനെ വരുന്നത് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ഉപയോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് മെഡിസിൻ ലൈവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പല ഉപയോഗങ്ങളുണ്ട് ബോറിക് ആസിഡിന്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചർ, ഇൻ ദി മാനുഫാക്ചർ ഓഫ് ഗ്ലേസസ്, പോട്ടറി ഗ്ലേസസ്. പോട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെറാമിക്കിലൊക്കെ നല്ല ഗ്ലേസ്, നല്ല തിളങ്ങുന്ന ഭാഗമില്ലേ, സെറാമിക്കിന്റെ മുകളിൽ തിളങ്ങുന്ന പോട്ടറി ഗ്ലേസ്. ആ ഗ്ലേസ് വൈറ്റ് ഷൈനിങ് ആയുള്ള സർഫസ് അതുണ്ടാക്കാൻ അതിന് ബോറിക് ആസിഡ് കമ്പോണന്റ് ആണ് പോട്ടറി. ഇതൊക്കെ ഞാൻ പറഞ്ഞ ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിലാകുമ്പോൾ എന്താന്ന് ചോദിക്കാം. പോട്ടറി ഗ്ലേസസ് മനസ്സിലായില്ലേ? ഗ്ലാസ് മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്ന ബോറിക് ആസിഡ് മനസ്സിലായില്ലേ? പിന്നെ മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫുഡ് പ്രിസർവേറ്റീവ്. മെഡിസിനിൽ എന്തായിട്ടാണ്? ഐ വാഷ് ആയിട്ട്. ഒരു മൈൽഡ് ആന്റിസെപ്റ്റിക് ആക്ഷൻ ഉണ്ട് ആർക്ക്? ബോറിക് ആസിഡ്. ബോറിക് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായില്ലേ? ബോറോളിയും മറ്റേത് അതിലൊക്കെ ബോറിക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബോറിക് ആസിഡ് ഒരു കമ്പോണന്റ് ആണ്. മൈൽഡ് എന്താണ് പറഞ്ഞത്? ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആർ ദർ ഫോർ ബോറിക് ആസിഡ്. മെഡിസിനിൽ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നു. ബോറിക് പൗഡർ മെഡിക്കലും മുറിവിലൊക്കെ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെക്കാൻ കിട്ടുന്ന സാധനമുണ്ട്. മുറിവിലൊക്കെ വെക്കുന്ന ബോറിക് പൗഡർ ചില ബ്രാൻഡ് നെയിം അതിനുണ്ട്. ബോറോളി എന്ന് പറഞ്ഞൊരു ക്രീം ഉണ്ട്, നമുക്കറിയാം. ചെറിയ മുറിവൊക്കെ എന്തായാലും വെക്കാൻ പറ്റും. അങ്ങനത്തെ മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ പോട്ടറി ഗ്ലേസ് ഉണ്ടാക്കാനും ഗ്ലാസ് മാനുഫാക്ചറിലും പിന്നെ എന്താണ് ഫുഡ് പ്രിസർവേറ്റീവ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് ബോറിക് ആസിഡ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഡൈബോറയിലും പിന്നെ പറഞ്ഞ ബോറോൺ നൈട്രേറ്റൊന്നും വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. ഇനി ഒരു കോമ്പൗണ്ട് കൂടി ബോറസോൾ. ആരാണ് നമുക്ക് പഠിക്കുന്നത്? ബോറസീൻ എന്ന് പറയും. ബോറസോൾ രണ്ടും ഒരേ സാധനമാണ്. ബോറസീൻ or borazole is having the structure B3N3H6. B3N3H6 having a structure like this. നമ്മൾ നേരത്തെ ബോറോൺ നൈട്രജൻ കണ്ട പോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് ബോറോൺ ആൻഡ് നൈട്രജൻ. With a alternate single and double bonds and with one hydrogen atom. ഏകദേശം ഇതേപോലത്തെ സ്ട്രക്ചർ. That is a structure very similar to benzene. അതുകൊണ്ട് ബോറസീൻ ബെൻസീൻ പോലുള്ള സ്ട്രക്ചറുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതിന്റെ ഫോർമുല B3 3B 3N പിന്നെ RH B3N3H6. We'll discuss it in the next. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.